ലിവിങ് റൂമിലേക്കോ അതല്ലെങ്കിൽ കോർണറിലേക്കോ ഒക്കെ ഇതുപോലെ നമുക്ക് ഫ്ലവർ വേസ് ഒക്കെ അറേഞ്ച് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സ്റ്റാൻഡായത്. ഇത് മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വുഡൻ സ്റ്റാൻഡാണ്. ഓർഡർ ചെയ്ത സമയത്ത് ഈ ഒരു വുഡൻ്റെ സ്റ്റാൻഡ് എങ്ങനെ ഡെലിവറി ചെയ്യുന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതെന്തായാലും ഈ അൺബോക്സ് ചെയ്യുന്ന സമയത്താണ് ആ ഒരു കൺഫ്യൂഷൻ മാറി കിട്ടിയത്. വുഡൻ ആണെങ്കിലും പ്രതീക്ഷിച്ച് അത്രയും ഭാരവും വന്നിട്ടില്ല. പിന്നെ മാത്രമല്ല ചില റിവ്യൂസിലൊക്കെ ഇത് ഡാമേജ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് പോലെയൊക്കെ തോന്നുന്നു എന്നുള്ളത് കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇത് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഇതിൽ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ട രീതിയിൽ ഓരോന്നും സെപ്പറേറ്റ് പാർട്സ് ആയിട്ട് നന്നായിട്ട് കവർ ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ 5 സെറ്റായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എങ്ങനെ അത് നമ്മളൊന്ന് അറേഞ്ച് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷൻ ആദ്യമേ വന്നെങ്കിലും പിന്നെ ഇതെല്ലാം അൺബോക്സ് ചെയ്തെടുത്ത സമയത്ത് ആ ഒരു കൺഫ്യൂഷൻ മാറിക്കിട്ടി. ഈ ഒരു പാക്കാണ് ഞാൻ ആദ്യമേ തന്നെ പൊട്ടിച്ച് നോക്കിയത്. കാരണം ഈ ഒരു പാക്ക് കണ്ടിട്ട് വേണം ആ പ്രോഡക്റ്റ് റിട്ടേൺ ചെയ്യണോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ വെക്കണോ എന്ന് തീരുമാനിക്കാനായിട്ട്. പക്ഷേ ചില റിവ്യൂസിലൊക്കെ കണ്ടതുപോലെ ഇതിൽ സ്ക്രാച്ചോ അല്ലെങ്കിൽ ഡാമേജോ അങ്ങനെയൊന്നും വന്നിരുന്നില്ല. ഇത് നന്നായിട്ട് റാപ്പ് ചെയ്തിട്ട് ഈ ഓരോ പീസിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ തന്നെ പേപ്പർ കൊടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇനി ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ള ബാക്കി പാർട്സും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്. ഇത് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ എളുപ്പമുള്ള രീതിയിൽ തന്നെയാണ് ഇതെല്ലാം ചെയ്തേക്കുന്നത്. ഫ്ലാറ്റായിട്ടുള്ള ഈ 2 വുഡൻ പീസിൻ്റെ ഇടയ്ക്കായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കേണ്ട ഈ നീളമുള്ള പീസസ് അങ്ങനെ ഒരു 6 എണ്ണം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 പീസ് വീതം കണക്ട് ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പോൾ 3 എണ്ണം വീതം വെച്ചിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാനുള്ളത് വരുന്നുണ്ട്. പിന്നെ ഈ ചെറിയ പീസ് നമുക്ക് ഏറ്റവും താഴെയും ഏറ്റവും മുകളിലായിട്ടും വെക്കാനുള്ളതാണ്. എല്ലാ പീസും തടിയുടെ തന്നെയാണ്. നമുക്കിത് ഈസി ആയിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൽ ചെറിയ ഡിസൈൻസും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്യാനോ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രോഡക്റ്റ് തന്നെയായിരിക്കും ഇത്. ഇത് കണക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് ഏറ്റവും താഴത്തായിട്ട് ഈ ഒരു ചെറിയ പീസ് വെച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് ആ ഒരു ഫ്ലാറ്റായിട്ടുള്ള വുഡൻ പീസ് വെച്ചിട്ട് വേണം ഈ നീളമുള്ള ഒരു പീസ് വെക്കാനായിട്ട്. വീണ്ടും ഫ്ലാറ്റായിട്ടുള്ള ഒരു വുഡൻ പീസ് വെച്ചിട്ട് വീണ്ടും നമുക്ക് ഈ ഒരു നീളമുള്ള പീസ് വയ്ക്കാം. വീണ്ടും അടുത്ത ഫ്ലാറ്റായിട്ടുള്ളത് വെച്ചിട്ട് നമുക്ക് ഏറ്റവും ടോപ്പിലായിട്ട് ഈ ഒരു ചെറിയ പീസും കൂടെ വെച്ച് കൊടുത്താണ് ഇത് അറേഞ്ച് ചെയ്തെടുക്കുന്നത്. നമുക്ക് മറ്റൊരാളുടെ ഹെൽപ്പൊന്നും ഇല്ലാതെ തന്നെ ഒറ്റയ്ക്ക് തന്നെ ഇത് കണക്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് നന്നായിട്ട് കണക്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് കിട്ടുന്നത്. ഈ 3 തട്ടായിട്ടുള്ള ഈ ഒരു സ്റ്റാൻഡാണ് നമുക്ക് കിട്ടുന്നത്. ഇതുപോലെയുള്ള ഫ്ലവർ വേസ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്യാനായിട്ട് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ഇത്. ഏതെങ്കിലും കോർണറിൽ സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം കൊച്ചുകുട്ടികളൊക്കെയുള്ള വീടുകളാകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഗസ്റ്റായിട്ടൊക്കെ കൊച്ചുകുട്ടികൾ വരുമ്പോൾ അവർ പിടിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് വീഴാനുള്ളൊരു ചാൻസ് ഉണ്ട്. കാരണം ഇതിന് 3 സൈഡിൽ മാത്രമേ കാലുകൾ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കോർണറിൽ തന്നെ പ്ലേസ് ചെയ്യുന്നതായിരിക്കും ഇത് നല്ലത്. ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം.